മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവായി നിയമിതനായ റോയ് മാത്യു എന്ന വ്യക്തി മാധ്യമ മേഖലയിലെ ഒരു ഗുണ്ടയാണോ എന്ന് സംശയിക്കുന്ന ഒരു പ്രതികരണം കാണാനിടയായി. സതീശ മേനോൻ മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവായി നിയമിച്ച ഉത്തരവ് പുറത്തു വന്നപ്പോൾ അതിനെക്കുറിച്ച് മാധ്യമ മേഖലയിൽ നിന്നുള്ള ഒരു വ്യക്തിയുടെ ഫേസ്ബുക്ക് കുറിപ്പ് പുറത്തേക്ക് വന്നു. ആരാണ് റോയ് മാത്യു എന്ന് തുറന്നു കാട്ടിക്കൊണ്ട് രഘു മട്ടുമ്മൽ എന്ന മുൻ ദേശാഭിമാനി ജീവനക്കാരനും റോയ് മാത്യുവിന്റെ സഹപ്രവർത്തകൻ കൂടിയായ വ്യക്തിയാണ് സോഷ്യൽ മീഡിയയിൽ ഈ വ്യക്തിയെ തുറന്നു കാട്ടിക്കൊണ്ട് ഒരു കുറിപ്പ് എഴുതിയത്. ആ കുറിപ്പ് കണ്ട് ഹാലിളകിയ റോയ് മാത്യു അതിന്റെ താഴെ വന്ന് പോസ്റ്റ് ഇട്ട വ്യക്തിയെ ഭീഷണിപ്പെടുത്തുന്ന കമന്റ് കൂടി ഇട്ടിരിക്കുകയാണ്. അപ്പോ മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവ് അധികാര സ്ഥാനം കിട്ടിയ ഉടനെ ചെയ്ത പ്രവർത്തനം എന്താണെന്ന് നാട്ടുകാർ അറിയണം. ഉപദേഷ്ടാവായി നിയമിച്ചിരിക്കുന്ന വ്യക്തിയുടെ സ്വഭാവ സവിശേഷതയും നിങ്ങൾ മനസ്സിലാക്കണം. രഘു മട്ടുമ്മൽ എന്ന മുതിർന്ന മാധ്യമ പ്രവർത്തകൻ മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഇങ്ങനെയാണ്. ചാനൽ ചർച്ചകളിൽ 10-15 വർഷമായി മുതിർന്ന നിഷ്പക്ഷ മാധ്യമ പ്രവർത്തകനായി അവതരിപ്പിക്കപ്പെട്ട വിദ്വാനെ മുഖ്യമന്ത്രിയുടെ മീഡിയ സെക്രട്ടറിയായി നിയമിച്ചു. വാ തുറന്നാൽ CPIM വിരുദ്ധ വിഷം തുപ്പുന്ന മഹാനാണ്. കെ സുധാകരനോ TH മുസ്തഫയോ മറ്റോ പണ്ട് മന്ത്രിയായിരിക്കെ പേഴ്സണൽ സ്റ്റാഫിൽ അംഗമായിരുന്നെങ്കിലും അക്കാര്യം പുറത്തു പറയാതെ മുക്കാനായിരുന്നു ടിയാൻ ഇഷ്ടം. കാരണം നിഷ്പക്ഷ മുഖം മൂടി കാണിക്കണമല്ലോ. മാധ്യമപ്രവർത്തകരുടെ ഇടയിലാകട്ടെ കുത്തിത്തിരിപ്പ് വിദ്വാൻ എന്നാണ് അറിയപ്പെടുന്നത്. ടിയാന്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ അപരാധം പറയൽ. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെ പ്രസ് സെക്രട്ടറി ആക്കാത്തതിനെ തുടർന്ന് നിരന്തരം അദ്ദേഹത്തിനെതിരെ അപരാധം പറച്ചിലും വ്യാജ വാർത്ത സൃഷ്ടിക്കലും ചെന്നിത്തലയ്ക്കുൾപ്പെടെ പാരവെച്ച മഹാൻ. കോൺഗ്രസിൽ മാത്രമല്ല മുന്നണിയിലും കുത്തിത്തിരിപ്പ് നടത്താൻ അതിവിദഗ്ധൻ. അപവാദ കഥകൾ പ്രചരിപ്പിക്കുന്നത് ഭയന്ന് ജൂനിയർ മാധ്യമ പ്രവർത്തകർ അച്ചായൻ എന്ന് വിളിച്ച് കുമ്പിടും. മദ്യസേവയിലും പലരും ഗുരുപൂജ നടത്തുന്നതും ഈ അപരാധത്തിന് മുന്നിലാണ്. ഇനി എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്. യഥാ രാജ തഥാ പ്രജ എന്ന പോലെ നുണകളുടെ മഹാപ്രവാഹമായിരിക്കുമെന്ന് ഉറപ്പ്. പക്ഷേ സതീശനും ഒന്ന് സൂക്ഷിക്കണം. CG കണക്കിലൊക്കെ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. ഇപ്പോൾ ഗുരുവാണെങ്കിലും ഭാവിയിൽ എന്താകുമെന്ന് ഒരു കരുതൽ നല്ലതാണ്. ഇതായിരുന്നു രഘു മട്ടുമ്മൽ ഇട്ട പോസ്റ്റ്. ഈ പോസ്റ്റിന് താഴെ കമന്റുമായിട്ടാണ് നമ്മുടെ റോയ് അച്ചായൻ അവതരിച്ചത്. ആ കമന്റിന് താഴെ റോയ് അച്ചായൻ ഒരു ഭീഷണിയുമായി വന്നു. ആ കമന്റ് ഇങ്ങനെയാണ്: ഈ പോസ്റ്റ് ഇട്ട മഹാന്റെ കഥ എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട, PM മനോജ് പറയും. ശ്രദ്ധിക്കുക, പോസ്റ്റ് ഇട്ട മഹാന്റെ കഥ. അപ്പോ കഥകളുടെ രാജകുമാരനാണ് ഈ പറയുന്ന റോയ് എന്ന് എല്ലാവർക്കും മനസ്സിലാകുമല്ലോ. അതിന് മറുപടിയായിട്ട് രഘു മട്ടുമ്മൽ തന്നെ മറുപടി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ്: താൻ തന്നെ തുടങ്ങിക്കോളൂ എന്നുള്ളതാണ് അതിന് തൊട്ടടുത്ത മറുപടിയായിട്ട് പോസ്റ്റ് ഇട്ട രഘു മട്ടുമ്മൽ എന്ന മാധ്യമ പ്രവർത്തകൻ റോയ് മാത്യുവിന് കൊടുത്ത മറുപടി. അതിനുശേഷം വീണ്ടും രഘു മട്ടുമ്മൽ തന്നെ എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. ആ മറുപടി ഇങ്ങനെയാണ്: അല്ലെങ്കിൽ ഞാൻ തന്നെ പറയാം. 2011 LDF ഭരണം അവസാനിക്കാൻ 3 മാസം ബാക്കിയിരിക്കെ അന്ന് ആരോഗ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ഞാൻ തിരിച്ചു വന്ന് മാതൃസ്ഥാപനമായ ദേശാഭിമാനിയിൽ ചേർന്നപ്പോൾ അന്ന് സൂര്യ TVയിൽ താനും ജനൻ നമ്പ്യാരും ചേർന്ന് ഒരു കഥയുണ്ടാക്കി എന്നെ മന്ത്രി ഓഫീസിൽ നിന്നും പുറത്താക്കിയതാണെന്ന്. അതിന്റെ ബാക്കി കഥയും പറയാം. അങ്ങനെ താൻ 10-35 കൊല്ലമായി പറഞ്ഞു വന്ന ഓരോ നുണയുടെയും അടിവേര് മാന്തി ചർച്ച ചെയ്യാം. താൻ റെഡിയായിക്കോളൂ. ഇങ്ങനൊരു മറുപടി റോയ് മട്ടുമ്മൽ കൊടുത്തതും പിന്നീട് റോയ് മാത്യു എന്ന മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവ് അതോടെ തലയിൽ മുണ്ടിട്ട് ഓടുന്ന സാഹചര്യവും ഉണ്ടായി. കമന്റിൽ ഒരു മറുപടിയും കൊടുക്കാൻ തയ്യാറായിട്ടില്ല. ഒരു മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവായി നിയമിതനായ വ്യക്തി, അദ്ദേഹത്തിനോടൊപ്പം പ്രവർത്തിച്ചിരുന്ന മറ്റൊരു മാധ്യമ പ്രവർത്തകൻ, ദേശാഭിമാനിയിൽ ജോലി ചെയ്യുന്ന വ്യക്തി സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പിട്ടപ്പോൾ സഹിച്ചില്ല. ആ സഹിക്കാത്ത മനോഭാവത്തെയാണ് തുടക്കത്തിൽ ചോദിച്ചത്. മാധ്യമ പ്രവർത്തന മേഖലയിലെ ഗുണ്ടാ സ്വഭാവമുള്ള വ്യക്തിയാണോ പുതിയ മാധ്യമ ഉപദേഷ്ടാവെന്ന് തോന്നിപ്പോവുകയാണ്. ഇതിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതും ഒരു ഫേസ്ബുക്ക് കുറിപ്പ് തന്നെയാണ്. റോയ് മാത്യുവിനെ ഈ പദവി നൽകിയതിന് തൊട്ടു പിന്നാലെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഓൺലൈൻ മഞ്ഞ ചാനലായിട്ടുള്ള മറുനാടൻ മലയാളിയിലെ ഷാജൻ സ്കറിയിട്ട ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഉണ്ട്. അതും റോയ് മാത്യുവിന്റെ ഫോട്ടോയും വെച്ചുകൊണ്ട് ഷാജൻ സ്കറിയുടെ പോസ്റ്റ് ഇങ്ങനെയാണ്: അച്ചായൻ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തെ പത്രക്കാർക്ക് ഒരാൾ മാത്രം. മുൻ സൂര്യ TV മേധാവി റോയ് മാത്യു ചെറിയൊരു കാലയളവിൽ മറുനാടന്റെ എഡിറ്റർ പദവിയും വഹിച്ചു. മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട റോയ് മാത്യുവിന് ആശംസകൾ.
പിന്നീട് ഷാജൻ സ്കറിയ സോഷ്യൽ മീഡിയയിൽ മറുനാടനിലെ ജോലിക്കാണോ ഈ പദവി കിട്ടിയത് എന്ന ചോദ്യം ഉയർന്നപ്പോൾ നൈസായിട്ട് മറുനാടന്റെ എഡിറ്റർ പദവി വഹിച്ചു എന്ന വാചകം ആ പോസ്റ്റിൽ നിന്ന് വിദഗ്ധമായിട്ട് മുക്കി. അപ്പോ മനസ്സിലാക്കുക, മറുനാടൻ ഷാജൻ സ്കറിയയുടെ മഞ്ഞപത്രത്തിൽ എഡിറ്റർ ആയിരുന്ന വ്യക്തി, അതുപോലെ സൂര്യ ടിവിയിലും പിന്നീട് ഇദ്ദേഹം മാധ്യമപ്രവർത്തന മേഖലയിലെ മദ്യപാന സേവക സംഘത്തിന്റെ ഗുരുവായിട്ടൊക്കെ പ്രവർത്തിക്കുന്ന വ്യക്തിക്ക് ഈ പദവി കിട്ടിയത് എന്തുകൊണ്ടായിരിക്കും? അതിനെക്കുറിച്ചുള്ള ഒരു വിമർശനം ഉന്നയിച്ച മാധ്യമപ്രവർത്തകന് നേരെയാണ് ഒരു ഗുണ്ടാ മോഡലിൽ വന്ന് ഭീഷണി കമന്റുമായി ചെന്നത്. എന്ത് വേണം? മറുപടി കിട്ടിയപ്പോ ഉടുമുണ്ടില്ലാതെ ഓടിയ അവസ്ഥയിലാണ്.